കാറ്റ് കൊള്ളാം. പിന്നെ നെഞ്ചക്ക് ഇറക്കുമ്പോ സൂക്ഷിച്ചു ഇറക്കണം, അല്ലെങ്കിൽ നെഞ്ചത്തോളും. അതുകൊണ്ട് നെഞ്ചക്ക് ഇറക്കുമ്പോ തഞ്ചത്തിലേക്ക് ഇറക്കാവും. ഞാൻ ഈ നെഞ്ചക്ക് ഇറക്കുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര കരോട്ടെ മാസ്റ്റർ ആണെന്ന്. ഒന്നുമല്ല. എല്ലാ ഭർത്താക്കന്മാർക്കും കാണും ഒരു ആഗ്രഹം, സ്വന്തം ഭാര്യയ്ക്ക് 2 എണ്ണം കൊടുക്കണമെന്നൊക്കെ. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. അവളാണ് എന്നെ എടുത്തിട്ട് അലക്കണത്, അവളാണ് കരാട്ടെ മാസ്റ്റർ. അവളെ എടുത്തിട്ട് എനിക്ക് അലക്കണമെന്ന് തോന്നുമ്പോ ഞാൻ ഇതുപോലെ ഈ തുണി എടുത്തിട്ട് അലക്കും. ഹലോ. ഹലോ, കരാട്ടെ സെന്റർ അല്ലേ? ഈ നഞ്ചക്കറക്കണ സൗണ്ട് ആയിട്ടാറുണ്ട് കരാട്ടെ സെന്റർ ആണെന്ന്. ഇവിടെ കരാട്ടെ മാത്രമല്ല, കുങ്ഫു, കളരി, ജൂഡോ അങ്ങനെ എല്ലാം പഠിപ്പിക്കും. മോക്കാണോ ഭാര്യയ്ക്കാണോ പഠിക്കേണ്ടത്? മാർഷൽ ആർട്സ് നിങ്ങൾ പറഞ്ഞാ പോരെ, എനിക്കാണ് പഠിക്കാനുള്ളത്. ആ കുന്ത്രാണ്ട് എന്റെ വായി കൊള്ളാത്തോണ്ടല്ലേ ഞാൻ ഇത്രയും നിന്ന് പറഞ്ഞത്. അയ്യോ എടോ, ഇവിടെ സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനം ഉള്ളൂ. അപ്പൊ താനോ? ഞാൻ തന്നെ ഇവിടെ ഒരു അധിക പറ്റാണ്. കഴിഞ്ഞോ? കഴിയാറായി. അലക്കോ? അല്ല, എന്റെ പാതി ജീവൻ. എന്നാലേ ആ പാതി ജീവൻ വെച്ചിട്ട് എന്റെ മീൻ വെട്ടണം, മരിയാട്ടണം, മുറ്റടിക്കണമേ ചെയ്യ അങ്ങോട്ട്. അയ്യേ, അതൊക്കെ പെണ്ണുങ്ങൾ ചെയ്യുന്ന ജോലിയാണ്. ആണോ? അപ്പൊ ആണുങ്ങൾ എന്ത് ചെയ്യണം? ജോലിക്ക് പോയിട്ട് കുടുംബം നോക്കണം. ഇവിടെ കരാട്ടെ ക്ലാസ് നടത്തിയിട്ട് ഞാനാണോ കുടുംബം നോക്കണത്? അപ്പൊ പെണ്ണുങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലിയും നിങ്ങൾ ചെയ്തേ പറ്റൂ. ശരി. ഇതെന്താ പെണ്ണുങ്ങൾ നടക്കണേ? ഈ നടത്തുമായിട്ട് ഇനി ആണുങ്ങളായിട്ട് ആക്കണ്ട, അതും കൂടെ പെണ്ണുങ്ങളായിട്ട് ചെയ്യാം. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 100% ഡെഡിക്കേഷൻ അതിന് ഞാൻ കൊടുക്കും. മനുഷ്യ, ഞാൻ ഒന്നല്ലെങ്കിലും നിങ്ങളുടെ കാര്യവും ഈ വീട്ടിലെ കാര്യവും എല്ലാം ചെയ്ത് നല്ല രീതിക്ക് പോയതല്ലേ? അപ്പൊ നിങ്ങൾക്ക് മൂക്കത്ത് ചുണ്ടി എല്ലാത്തിനും ദേഷ്യം തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ തല്ലണം, അതുകൊണ്ടല്ലേ? ശരിയാണ്. പണ്ട് എനിക്ക് ഇത്തിരി ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചുമ്മാ ഇവിടെ എടുത്തിട്ട് അടിക്കുമായിരുന്നു. എന്റെ കഷ്ടകാലത്തിന് ജയ 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 എന്ന് പറഞ്ഞൊരു സിനിമയും കണ്ട് കുങ്ഫു, കളരി, ജൂഡോ അതെല്ലാം പഠിച്ചോണ്ട് അത് എന്നെ എടുത്തിട്ട് അവൾ അലക്കും. അതാണ് ഇവിടെ നടക്കണത്. മനുഷ്യ, ഒന്നല്ലെങ്കിൽ ഞാൻ നല്ലൊരു വീട്ടമ്മയായിരുന്നില്ലേ? അയ്യാ, നീ വീട്ടമ്മല്ലടി. നിനക്ക് കിട്ടിയതെല്ലാം പലിശ സഹിതം വീട്ടുന്ന അമ്മയാണ് കേട്ടാ. നീ കരോട്ടെ പഠിക്കാൻ പോലും ഞാൻ ഒന്നും പറഞ്ഞില്ല. ശരി, നീ കരോട്ടെ പഠിച്ചിട്ട് ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയ? ഒന്നല്ലെങ്കിൽ ഞാൻ പെൺകുട്ടികളെ മാത്രമല്ലേ പഠിപ്പിക്കുന്നത്. ഞാൻ എപ്പോഴെങ്കിലും ആൺകുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടോ? ഞാൻ എങ്ങാനും അവരോട് ഓടി പോകുന്നുള്ള പേടിയുണ്ടല്ലേ? അയ്യോ, നീ അവരോട് വാടിപ്പോന്നുള്ള പേടിയൊന്നും കൊണ്ടല്ല. എന്റെ ജീവിതമേ കോഞ്ഞാട്ടയായി. നീ വേറൊരുത്തന്റെ ജീവിതം കൂടെ കോഞ്ഞാട്ടാവല്ലേ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അതങ്ങ് പറഞ്ഞത്. കഷ്ടപ്പെട്ട് ഞാൻ മെനക്കെട്ട് തുണി നനച്ചു വെച്ചിട്ടുണ്ട്, ഒന്ന് കൊണ്ട് വിരിക്കോ? ഇത്രയും വലിയ സാരി ഞാൻ ഒറ്റയ്ക്ക് കൊണ്ട് വിരിക്കണോ? ഇത്രയും വലിയ സാരി നീ ഒറ്റയ്ക്ക് ഉടുക്കണത്, അപ്പൊ കൊണ്ട് വിരിച്ചാ മനുഷ്യ, മര്യാദക്ക് ഇത് കൊണ്ട് വിരിച്ചോ. വിരിച്ചാൽ മാത്രം പോരാ, തണലത്ത് വിരിക്കണം. വെയിലത്തെങ്ങാനും വിരിച്ചതിന്റെ കളർ പോകും. കളറെങ്ങാനും പോയാൽ നിങ്ങൾ ഞാനല്ലോ. സാരിയേക്കാളും നീളമാണല്ലോ ഉള്ള നാക്ക്. ചേട്ടാ, ഭാഗത്തോട്ട് ഒരുമിച്ച് പോകാമ്പാ. ഭാഗത്തോട്ട് ഒരുമിച്ച് പോകാന്ന് വിളിച്ചേട്ടത്തൊന്നും ഗോവയ്ക്ക് ടൂർ പോവേണമെന്ന് എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനാണ്. ഹലോ, ഞാനിവിടെ എത്തിയടാ. എടാ, ഞാൻ ഇവിടെ എത്തിയാട്ടാ. ആ പെണ്ണുങ്ങളെ മാത്രം കരാട്ടെ പഠിപ്പിക്കുന്നിടത്ത് എന്നെ എത്തി. ഇന്ന് ഞാൻ ഇതൊക്കെ പഠിച്ചിട്ടേ പോണുള്ളൂ. ശരിയടാ, ഞാൻ വിളിക്കാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഈ പെൺവേഷം കെട്ടി ഇവിടെ വന്ന് നിൽക്കണേ. എന്റെ ഭാര്യ ഇവിടെ വന്ന് കരാട്ടെ പഠിച്ച് ഇപ്പൊ വീട്ടില് മേളത്തിന് ചെണ്ടോട്ടനക്കാട് എന്നെ എടുത്തിട്ട് തല്ലണത്. എനിക്കിതെന്തെങ്കിലും എങ്ങനെയെങ്കിലും പഠിക്കണ്ടേ? ഈ ഏരിയയിലാണെ വേറെ കരാട്ടെ ക്ലാസ്സും ഇല്ല. ഇതല്ലാതെ വേറൊരു വഴിയില്ല. തിരിച്ച് തല്ലാനൊന്നുമല്ല, ഒന്ന് ബ്ലോക്ക് ചെയ്യാനെങ്കിലും പഠിക്കണം. അല്ല, ആരാണ്? അപൂർവ ജീവി. അപൂർവ ജീവിയാ? അപൂർവ എന്റെ പേര്, ജീവി എന്റെ ഇനിഷ്യൽ. എന്തിനു വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എന്റെ ഭർത്താവും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം അവിടേക്ക് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയെ പോലെ. ദൃശ്യത്തിലെ കഥ പറയാൻ വേണ്ടി വന്നാണ് ഇവിടെ? അയ്യോ, ദൃശ്യത്തിലെ കഥയല്ലെന്ന്. പിന്നെ എന്റെ ഭർത്താവ് എല്ലാ ദിവസവും വെള്ളം എടുക്കണോന്ന് എന്നെ എടുത്ത് തല്ലാണ്. തിരിച്ചു കൊടുക്കണം. ഈ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഈ മാർഷൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ പറഞ്ഞില്ലേ ആ വാക്ക്, എന്റെ പോലെ ഒരിക്കലും തീർന്നത്തില്ല. വല്ലപ്പോഴൊക്കെ അപൂർവമായിട്ട് കയറി വരുന്ന സാധനമാണിത്. ഞാൻ അപൂർവയല്ലേ, ഞാൻ വന്നപ്പോഴായിരിക്കും ആ വാക്ക് വന്നത്. ഈ പറഞ്ഞ സാധനം അങ്ങനെ പെട്ടെന്നൊന്നും പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. പഠിപ്പിക്കും മാഷേ. മാഷിനറിയാന്നുള്ള എല്ലാം എന്നെ പഠിപ്പിക്കണം കേട്ടോ.
ആകെപ്പാടെ തുണി അലക്കാനും തേച്ച് മഴക്കാനും മാത്രമേ അറിയാവൂ. ഞാൻ എങ്ങനെ അവളെ പഠിപ്പിക്കും? വീട്ടു ജോലിയൊക്കെ അറിയാമോ കുട്ടിക്ക്? പിന്നെ ആകെപ്പാട് അറിയാന്നുള്ള അതായിരുന്നു. അതും പോയി. ആ ചാൻസ് നഷ്ടപ്പെട്ടു. പഠിച്ചു പിടിക്കാം. കരാട്ടെ അല്ലേ? അതെ 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 നമുക്ക് വകുപ്പിച്ചെടുക്കാം, കുഴപ്പമില്ല. ഈ ബ്ലോക്ക് ചെയ്യുന്നത് പറഞ്ഞുതരൂ. ശ്ശോ, അതറിയുന്നെങ്കിൽ ഞാൻ എന്നേ ഇവിടെ രാജകുമാരനെ പോലെ വാണു ജീവിച്ചെന്നെ. എന്നാ മാഷേ? ഓക്കല്ലേ, പഠിപ്പിച്ചു തരാന്ന്. ഈ നെഞ്ചക്കാർക്ക് അറിയാമോ? എന്തൊരു ചോദ്യം! നെഞ്ചക്കാരൊക്കെ അറിയാവോന്നാ? എടാ, ഈ നെഞ്ചക്ക് കണ്ടുപിടിച്ചത് ആരാണ്? ആരാ? എന്റെ അപ്പൂപ്പൻ. ആദ്യം ഇത് വെറും 2 വടിയായിരുന്നു. ഇത് എവിടെ വെച്ചാലും ഒന്ന് കാണും അല്ലെങ്കിൽ ഒന്ന് കാണൂല. അങ്ങനെ ഇരുന്നപ്പോ നടുക്കൊരു ചങ്ങലിട്ട് വെച്ച്. അപ്പൊ ഇത് ഏത് സമയവും വച്ചെടുത്ത് തന്നെ കാണും. എന്നിട്ട് കഴുത്തിലോട്ടെടുത്തിട്ട് അപ്പൊ അമ്മ പറഞ്ഞു ദേ നെഞ്ചത്ത്. അപ്പൊ അമ്മ പറഞ്ഞു അല്ല, നഞ്ചക്ക്. അങ്ങനെയാണ് നഞ്ചത്തിന് പേര് വന്നത്. മാഷി തള്ളു മാത്രമേ ഉള്ളൂ അല്ലേ? പഠിപ്പിക്കുന്നൊന്നുമില്ല. പഠിപ്പിക്കുമെന്നാ? പണ്ട് ഞാൻ 30 പിള്ളേരെ കരോട്ട പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഓരോ വിദ്യകൾ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുക. മുറകൾ ഇങ്ങനെ കാണിച്ചിട്ട് എന്താ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കൊച്ചെണിച്ചിന്ന് ചോദിക്കാണ്. അങ്കിളിന്റെ അച്ഛനായിരുന്നല്ലേ? അങ്ങനെ മനസ്സിലായി. മാഷിന്റെ ചില സമയത്ത് വർത്താനം കേട്ടാൽ ആരെങ്കിലും ചോദിച്ചു പോവും. അതും അല്ല, എന്ത് പഠിക്കണം? ബ്ലോക്ക്. അറ്റാക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ പറയുമ്പോ ഞാൻ അറ്റാക്ക് ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ. അറ്റാക്ക്. ഇടിച്ച് ഹാർട്ട് അറ്റാക്ക് വരുത്താനല്ല പറഞ്ഞത്. ഒരു മയത്തിനെ കാടി വേണേ. ഞാൻ പറയുമ്പോ കൈയെടുത്ത് ഇങ്ങനെ വെച്ചാൽ മതി. ഒരു ഉദാഹരണത്തിന് അങ്ങനെ കൊച്ചാ മതി. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഒരറ്റക്കും കൂടെ ആവാം. ഞാനും ഒരു അറ്റാക്ക് തരാം. കണ്ണോരം ചിങ്കാരം, കണ്ണോരം ചിങ്കാരം, ഈ പൂവിൽ വന്നു വണ്ടു മൂളവേ. എന്താ ഇവിടെ? എന്നെ ബ്ലോക്ക് ചെയ്യാൻ പഠിപ്പിക്കായിരുന്നു. ആര്? മാഷ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വിചാരിച്ച് നിനക്കൊരു കൈ സഹായാവട്ടെ എന്ന് വെച്ചിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വിചാരിച്ചു. എന്നെ ഇത് കൊണ്ടിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ല, പിന്നെയാണോ കണ്ടിട്ട്? ഇയാളൊന്നും അല്ല ഇവിടുത്തെ മാസ്റ്റർ. ഞാനാണ് ഇവിടുത്തെ മാസ്റ്റർ ഷീലാച്ചി. ഷിലാച്ചിയോ? ആ, എന്റെ പേര് ഷീല എന്നായിരുന്നു. എല്ലാവരും എന്നെ ഷീലേച്ചി 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 എന്നാ വിളിച്ചോണ്ടിരുന്നത്. ഞാനത് ചൈനീസ് സ്റ്റൈലിലേക്ക് മാറ്റിട്ട് ഷീലാച്ചി എന്നാക്കി. ഓ അങ്ങനെയാണല്ലേ. മക്കളുടെ പേരെന്നാ? ഞങ്ങൾക്ക് 3 മക്കളാ. മൂത്തവന്റെ പേര് ബ്രൂസ്ലി, രണ്ടാമത്തിന്റെ പേര് ജെറ്റ്ലി, മൂന്നാമത്തിന്റെ പേര് സഡൻലി. സഡൻലി? അവന് 7-ാം മാസം പ്രസവിച്ചതാ. പെട്ടെന്നായതുകൊണ്ട് സഡൻലി നിട്ടു. പിന്നെ ഇവർക്ക് 3 പേർക്കും ഇഷ്ടം ഇഡ്ഡലിയാണ്. ലീയുടെ കളികളാണല്ലേ? ഇവിടെ ഭയങ്കര എലിശല്യമാണ്. അതിലല്ലേ? അല്ല, എന്താ സംഭവം? എനിക്ക് ഈ കരാട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കരാട്ടെ പഠിക്കുന്ന ഇപ്പൊ കരാട്ടിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? താഴെ ചട്ടിയിൽ മണലിരിക്കും. അത് മണല് പറഞ്ഞ എക്സസൈസ് ഒന്നും അല്ല. വൈകുന്നേരം 10-40 പിള്ളേർ ഇവിടെ പഠിക്കാൻ വേണ്ടി വരും. അപ്പൊ ഇവള് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് കടല വറക്കും. ഇതിന്റെ മണം അടിച്ചോണ്ട് ആ 40 പേര് ഓരോ പൊതി വെച്ച് എന്നെ നിന്ന് വാങ്ങിച്ചോണ്ട് പോകും. അപ്പൊ 40 പേര് 10 രൂപയ്ക്ക് ഓരോ പൊതി വാങ്ങിക്കുമ്പോ എനിക്ക് 400 രൂപ കിട്ടൂലേ. കടല വറക്കാണല്ലേ അങ്ങനത്തെ എക്സസൈസ്? എനിക്ക് കരാട്ടെ ഒന്ന് പഠിപ്പിച്ചു തരുമോ? കരാട്ടെ പഠിക്കണമെങ്കിൽ നല്ല ശക്തി വേണം. ശക്തി തെളിയിക്കണം, എന്നാലേ പഠിക്കാൻ പറ്റൂ. ശക്തിയോ? ഇപ്പൊ കാണിച്ചു തരാം. സിമ്പിൾ. എന്റെ മുറിയിൽ ചോർച്ച ഉള്ളോണ്ട് അത് അടയ്ക്കാനായിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കടം മേടിച്ചു വെച്ചിരുന്ന ഓടായിരുന്നു. അതിനെ പൊട്ടിച്ചു കളഞ്ഞല്ലോടാ. എന്ന് രാത്രി മഴ പെയ്ത എന്റെ അണ്ണാക്കിൽ വരെ വെള്ളം ഇറങ്ങും. എന്റെ പൊന്നു വെച്ച് നീ എന്തിനാ ഇപ്പൊ ഓടൊക്കെ പൊട്ടിക്കാൻ പോയത്? അയ്യോ, ഡിപ്രഷൻ അടിച്ചിട്ട്. ഡിപ്രഷൻ. നേരത്തെ പറഞ്ഞു ഭർത്താവ് അടിച്ചെന്നു, ഇപ്പൊ പറഞ്ഞു ഡിപ്രഷൻ അടിച്ചെന്നു. അഞ്ചൊക്കെ എവിടെ? അതിന് നെഞ്ചത്തുണ്ട്. അതിനെ നെഞ്ച് തൂക്കിയിട്ടേക്കണേ. നിന്റെ കൈ തന്നാലും എന്റെ നെഞ്ചത്ത് പഠിക്കാനുള്ള സാധനം തന്നെയാണത്. പിന്നെ എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കാതെ. ഉണ്ട്. ഈ കരാട്ടെ പഠിക്കാനാണോ കുൻഫു പഠിക്കാനാണോ പാട്? കരാട്ടെ പഠിക്കാനും കുംഫു പഠിക്കാനും പാടണ്ട, പാട്ട് പഠിക്കാൻ പാടണം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. എന്തിനായിരുന്നു? ഇതിലും വലുതിനി ഒന്നും വരാനില്ല കേട്ടോ. ഈ കരാട്ടക്കാരുണ്ടോ ഇതിന് ഈ വെള്ള ഡ്രസ്? അത് ഞാൻ പറഞ്ഞുതരാം. ഈ വെള്ള ഡ്രസ് ഇട്ടിട്ട് നമ്മൾ എവിടെയെങ്കിലും അടി ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ചവിട്ടിന്റെ മിടിയുടെ ഒക്കെ പാട് കറക്റ്റ് ആയിട്ട് പതിക്കും. അപ്പൊ ചികിത്സിക്കാൻ പോയി ഈ പാട് നോക്കി അങ്ങ് ചികിത്സിച്ചാൽ മതി. വേറെ പണിയില്ലല്ലോ, കഷ്ടപ്പാടില്ല. ഞാൻ ഫോൺ എടുത്തിട്ടില്ല, ഫോൺ എടുത്തിട്ട് വരാം. ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം കേട്ടോ. ശരി. അതെ,
നമ്മൾ രണ്ടുപേരും ഒരേ വഞ്ചിയിൽ പോകുന്ന ആൾക്കാരാ. നമ്മളിപ്പോ വഞ്ചി പോയത് നമ്മൾ അങ്ങനെ വഞ്ചിയിൽ പോയെന്നല്ല, നമ്മൾ രണ്ടുപേരും ഒരേ ദുഃഖത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. നിന്റെ വീട്ടില് ഭർത്താവ് പ്രശ്നം കൊണ്ട് നീ നട്ടം തിരിയാണ്. ഇവിടെ എന്റെ ഭാര്യയെ കൊണ്ട് ഞാൻ ഊപ്പാട് പറഞ്ഞു. നിനക്കവിടെ നെഗറ്റീവ് അല്ലേ, എനിക്കിവിടെ നെഗറ്റീവാണ്. അപ്പോ നെഗറ്റീവും ചേരുമ്പോ പോസിറ്റീവാണ്. ഈ പോസിറ്റീവ് ഞാനെങ്ങനെയൊന്നും അങ്ങനെയൊന്നും അല്ലെങ്കിൽ പറയണ്ട. ഓക്കെ, പക്ഷെ ആങ്ങളായിട്ട് കണ്ടൊന്നും പറഞ്ഞു കളയല്ലേ. ഞാൻ സ്നേഹിച്ചു പോയി. കമലതലം കവിളിണയിൽ സിന്ദൂരം മഴ നടന്നാൽ പുലരി മഴ പൂഞ്ചൊടിയിൽ പുന്നാരം കന്നിപ്പൂമാനത്തെ വെള്ളിക്കിണ്ണം കമ്മലിടും പൂത്താരങ്ങൾ സഖിമാരായി. പിന്നെ അവളെ നോട്ടം കണ്ടാ അറിയാം വരച്ച വരെ നിൽക്കാനാണുള്ളൂ പറയുന്നത്. നീ അതേപോലെ വരയ്ക്കേണ്ടത്. അവൾ വരച്ച ചെറിയ വരെ വരയ്ക്കത്തുള്ളൂ. ഞാനാകുമ്പോ ഇത്തിരി വലിയ വരെ വരയ്ക്കും. വേണമെങ്കിൽ എനിക്ക് നിൽക്കാൻ, ചാടാൻ, തിരിയാൻ, എന്തുകൊണ്ടോ ചെയ്യാം. കൊച്ചെ, അപ്പൊ ഞാൻ ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ പഠിക്കാം. ഇപ്പോഴത്തെ സ്ത്രീകളിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ നീളമുള്ള മുടി. ഈ നീളമുള്ള മുടിയിൽ പിടിച്ചിട്ട് ഈ പുരുഷന്മാര് നമ്മൾ ഉപദ്രവിക്കും. അതെ. അപ്പൊ നമുക്ക് അത് എങ്ങനെ എതിർക്കാന്നാണ് ഞാൻ പഠിപ്പിക്കാൻ പോണത്. വാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. അയ്യോ, എന്റെ മുടിയിൽ ആരും പിടിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. എന്റെ പൊന്നു വെച്ചാന്ന് പറഞ്ഞാൽ പറ്റൂല. ഇങ്ങോട്ട് കയറി നിൽക്ക്. ഞാൻ കുളിച്ചിട്ട് 2-3 ദിവസമായി. അതിനൊന്നും കാര്യമില്ല. ഇത് മെയിൻ ആണ്. ഇത് പഠിച്ചാലേ വേറെ എന്തും പഠിക്കാൻ പറ്റും. എന്റെ മുടിയിൽ മുഴുവൻ പേരാണ്. എന്റെ മനുഷ്യരുടെ മുടി കയറി അങ്ങ് പിടിച്ചേ. നിന്റെ ഒന്ന് കിട്ടണേനെ കണക്കില്ല. ഇനി ഞാൻ കൊച്ചിനെ കൂടെ വാങ്ങിച്ചു പിടിക്കണോ? അതല്ല, മുടി കയറി പിടിക്കാൻ. അങ്ങോട്ട് പിടിക്ക് മനുഷ്യ. അരുതെന്ന്. അയ്യോ, നിന്നെ പ്ലോട്ട് കളിക്കാതെ തലയിൽ കയറി പിടിക്കണോ? അയ്യോ, അയ്യോ, അവളെ തല കളഞ്ഞു വന്നേ. തലയിലെ മുടിയാ. അതാണ് പറയണത്. നല്ല വെളിച്ചെണ്ണിട്ട് മുടി തേച്ച് കഴിവുള്ളൂ, അല്ലെങ്കിൽ ഇളകി വരും. അമ്മച്ചിയേ. ഒന്നും മിണ്ടാണ്ടിരി. ആരതായി? എന്റെ പൊന്നു ചേച്ചി, ഞാൻ സത്യം പറയാം. ഇവിടെ കരാട്ടെ പഠിക്കാൻ വന്ന ബിന്ദു ചേരെ ഭർത്താവാണ് ഞാൻ. എന്നെ അവള് എടുത്തിട്ട് അടിയാണ് കരാട്ടെ പഠിച്ചിട്ട്. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കരാട്ടെ പഠിച്ച ഒന്ന് ബ്ലോക്ക് എങ്കിലും ചെയ്യണം. അതിനാണ് ഇവിടെ വന്ന് ചേച്ചി എന്നെ ഒന്ന് പഠിപ്പിക്കണം. അയ്യോ, അതിനെന്തിനാ നീ കരാട്ടെ പഠിക്കുന്നത്? നീ വീട്ടു ജോലി പഠിയുടെ. എന്നെ കണ്ടില്ല നല്ല ബോൾഡായിട്ട് നിൽക്കുന്നത്. നമ്മൾ ഈ വീട്ടിലുള്ള ജോലിയൊക്കെ ചെയ്തു വെച്ചാൽ ആരും നമ്മളെ ഒന്നും എതിർക്കില്ല. നമ്മളെ ഭാര്യയ്ക്കൊക്കെ നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹമായിരിക്കും. അല്ലേടി? യാഹൂ!